ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 1 ആയിട്ട് നമ്മൾ ഹലോവിൻ ആഘോഷിക്കാൻ എലോറയിൽ വന്നേക്കാണ്. അവർ ഹായ് ഒക്കെ തരുന്നുണ്ട്. അവളാണെങ്കിൽ ഹസ്ബൻഡ് കൈ പിടിച്ചിട്ട് നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ മൈക്കൊക്കെ കുത്തി സംസാരിച്ചുകൊണ്ട് നടക്കുവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് മൈക്കൊക്കെ കുത്തി ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓവറാണ്. വീഡിയോയിൽ മാത്രമേ പുള്ളി അറിയുള്ളൂ വോയിസ് ഓവറാണ്. ദേ കണ്ടില്ലേ, അവരാണെങ്കിൽ ഈ കുത്താൻ നിൽക്കുന്ന കുതിരേനെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് പരിഘോഷിപ്പിച്ച് എന്ന് വച്ചേക്കുവാണ്. ഹാലോവിനായിട്ട് ഞങ്ങൾ കുറച്ച് പ്രേതക്കുഞ്ഞുങ്ങളെ തേടി ഇറങ്ങിയതാണ്. സാധാരണ ഹാലോവിനെ കുറച്ച് അസ്ഥികൂടും വവ്വാലിനെയും കുറച്ച് കുഞ്ഞു മത്തങ്ങയൊക്കെ നമുക്കിവിടെ ചുറ്റും കാണാൻ പറ്റും. പക്ഷെ ഇത്തവണ എന്ത് പറ്റിയോ എന്തോ ആവോ, കുറച്ച് കൂണാണ് അവര് ലൈറ്റിട്ട് വച്ചിരിക്കുന്നത് ഹാലോവിന്. നമ്മള് പറഞ്ഞ കക്ഷികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരാണെങ്കിൽ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുവാണ്. അങ്ങനെ ഏകദേശം രാത്രിയായി കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരൊക്കെ ഏകദേശം പൂട്ടി പോവാറായി. എൻ്റെ കൊച്ചാണെങ്കിൽ അവര് വിൽക്കാൻ വെച്ചിരിക്കുന്ന കുഞ്ഞു മത്തങ്ങയും സാധനങ്ങളൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് എടുത്ത് ഓടുവാണ്. ആ പുള്ളിക്കാരൻ നോക്കുന്നുണ്ട് അവൾ എന്തൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്ന് മുന്നോട്ട് നോക്കിയപ്പോൾ ചുമന്ന കുഹ കണ്ടു. അപ്പൊ അവക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. ഇതാരാണ് ഈ രാത്രി നേരത്ത് ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റീവ് ആയിട്ട് ഇരിക്കണേന്ന്. പുള്ളിക്കാരത്തെ എന്നോട് ചോദിച്ചു, അമ്മ എന്നെ ഒന്ന് കയറ്റിയെടുത്തു എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറ്റിയിരുത്തി. പുള്ളിയാണെങ്കിൽ താഴെയുള്ള മത്തങ്ങി മാത്രമേ കണ്ടുള്ളൂ എന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി. ഞാൻ കയറ്റിയിരുത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളെ ലൈറ്റുള്ള ഭാഗത്തും ചുറ്റുമൊക്കെ ഒന്ന് വീക്ഷിച്ച് അതേ മുകളിലോട്ട് നോക്കിയപ്പോൾ പുള്ളിക്കാരത്തിയുടെ കിളി പോയി. പുള്ളി ആകെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ടൊരു അപ്പൂപ്പനെ ഇരിക്കുകയാണ്. പുള്ളി പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി മറ്റേ ഈ ഇട്ടുള്ള വഴിക്കോളെ അപ്പുറത്തോട്ടങ്ങ് ഓടിപ്പോയി. അത് കഴിഞ്ഞ് ചെന്ന് പെട്ടത് ഈ ഡാഗിനി അപ്പൂപ്പന്റെ ഫ്രണ്ടിലാണ്. പുള്ളിക്കാരത്തി ആ അപ്പൂപ്പനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത്, അമ്മ ഈ അപ്പൂപ്പന് പല്ലില്ല. ഞാൻ പല്ലില്ല, എന്നാ ചെയ്യാനാ, പല്ലൊന്നുമില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇരിക്കുന്നത് ക്ഷീണിച്ചാണല്ലോ, ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരത്തിക്ക് ഇത് സ്കെൽറ്റാണല്ലോ, വലിയ പിടുത്തമൊന്നുമില്ല. കണ്ടു കഴിഞ്ഞപ്പോ കൊച്ചു നോക്കിയപ്പോ ഫുള്ള് ക്ഷീണിച്ചിരിക്കുക. അല്ല, കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല. വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, കൊച്ചുമുത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ക്ഷീണിച്ചു പോകുന്നു. അത് കണ്ടിട്ടാന്ന് തോന്നു അപ്പൂപ്പം വളരെ ക്ഷീണിച്ചിരിക്കുക നമുക്ക് തോന്നിയത്. കുറച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ലൈറ്റും ഡെക്കറേഷനൊക്കെ ഉള്ള മെയിൻ സ്പോട്ടിലെത്തി. അവിടെയാണെങ്കിൽ ഒരു ന്യൂലി ബെഡ് കപ്പിൾസ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊച്ചു ശ്രദ്ധിച്ചത് അവിടെ ഒരു വലിയ ഐസ്ക്രീം ഇരിക്കുവാണ്. അപ്പം അവളെന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നെ അമ്മ, ഇത്രയും വലിയ ഐസ്ക്രീം ഇരുന്നിട്ട് ഇത് നമ്മൾ എടുത്തോണ്ട് പോവാണ്ട് എന്താ ചെയ്യുക, അതിപ്പോൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് അവളുടെ കൺഫ്യൂഷൻ മൊത്തം. അവളാണെങ്കിൽ ആ സ്ട്രോയൊക്കെ ഇട്ടൊന്ന് വടിച്ചു നോക്കി, പിന്നെ നക്കി നോക്കി, എന്ത് ചെയ്തിട്ട് ഈ സാധനം വരുന്നില്ല. അപ്പം എന്നോട് പറയുന്നുണ്ട്, നമുക്കിത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവാം, അത്രയും വലിയ ഐസ്ക്രീം അല്ലേ, ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്. ഐസ്ക്രീം ഇല്ലാണ്ട് അവൾ വരില്ല എന്നുള്ള വാശിയായി. ഈ കപ്പിൾസ് ആണെങ്കിൽ റൊമാൻറ്റിക് ആയിട്ട് നടക്കും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊച്ചി ബാക്ക്ഗ്രൗണ്ടിൽ വരും. പിന്നെ റൊമാൻറ്റിക് ആയിട്ട് നടക്കും. എൻ്റെ കൊച്ചി വീണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ വരും. ലാസ്റ്റ് അവരുടെ മൂടൊക്കെ അങ്ങ് പോയി. ആ കട്ട കലിപ്പിലായി തുടങ്ങി. എൻ്റെ കൊച്ചാണെങ്കിൽ കറക്റ്റ് നല്ല ഷോർട്ട് വരും. അവളാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കിടന്ന് അങ്ങോട്ട് വരികയാണ്. കയ്യിലാണെങ്കിൽ ചില സമയത്ത് പിടിക്കാനും കിട്ടില്ല. പിന്നാലെ ഓടിക്കഴിഞ്ഞ് എത്തൂല. ഇതിൽ കൂടെ പോട്ട് അതിൽ കൂടെ ഒക്കെ പോട്ട് അങ്ങനെയൊക്കെയാണ് വരാണ്. പുള്ളിക്കാരനാണെങ്കിൽ വ്ലോഗ് എടുക്കുക എന്ന് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് മൈക്കൊക്കെ പിടിച്ച് കൊച്ചിനെ പിടിക്കുവാണെങ്കിലും റെക്കോർഡിംഗ് ഒക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നേ എന്നൊക്കെ പറഞ്ഞ അവള് ഹസ്ബൻഡിനെ വിളിച്ച് അങ്ങോട്ട് പോവാം. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, എന്തിനാ എന്നെ വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് അവിടെ കുറേ പേരുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കുറേ നേരമായിട്ട് പോവുക. പുള്ളിക്കാരനാണെങ്കിൽ നടന്ന് മടുത്ത്. അങ്ങനെ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കുറേ സ്കെൽട്ടൻ ബോഡീസ് ഇങ്ങനെ കിടക്കുക. അവൾ എന്നോട് ചോദിച്ചു, ഇത് എൻ്റെ അമ്മ, ഇതെല്ലാവരും ഇവിടെ നിലത്ത് കിടക്കുവാണല്ലോ, ഇത് കുറേ പേരുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ കുറേ പേരുണ്ട്, എന്താ ചെയ്യണേ പാവം. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി ഓരോ കടകളിലായി വീക്ഷണം മൊത്തം. കടകളിൽ ഇരിക്കുന്ന ഈ കുഞ്ഞു മത്തങ്ങ ഞങ്ങളുടെ ഒരു വലിയ വീക്ക്നെസ്സാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്ക് ആ കുഞ്ഞു മത്തങ്ങ എങ്ങനെയെങ്കിലും എടുത്തു തരുമോ, അത് നല്ല ഭംഗിയുള്ളതല്ലേ, ഞാൻ പോക്കറ്റിൽ സൂക്ഷിച്ചോളാം,
ഞങ്ങൾ പറഞ്ഞു അത് കൊണ്ടുപോകാനും പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ആ കുഞ്ഞി മത്തങ്ങ എങ്ങനെയെങ്കിലും പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ വീട്ടില്. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്ത് ചോദിച്ചു ആ കപ്പും ഹാൻഡ് ബാഗോ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ കുഞ്ഞി മത്തങ്ങ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് കുറെ നേരമായിട്ട് അവിടെ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ കടയിൽ വെച്ചിരിക്കുന്ന സാധനമാണ് കൊച്ചുമുത്ത, നമുക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. ആ കുഞ്ഞി മത്തങ്ങ കണ്ടു ഇനിയിപ്പം എന്തൊരു രസമല്ലേ കുഞ്ഞി മത്തങ്ങ കാണാനായിട്ട്, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറെ നേരം കടയുടെ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് തിരിഞ്ഞ് കളിക്കുകയായിരുന്നു. അവൾക്കാണ് വീട്ടിൽ കൊണ്ടുപോകാനാണ്ട് അവ മത്തങ്ങ എടുക്കാണ്ട് വല്ലാണ്ടൊരു ബുദ്ധിമുട്ടും. അതിനുശേഷം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി എന്നെ ബട്ടണൊക്കെ അമർത്തി സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം കഴിഞ്ഞ് എന്നെപ്പോൾ ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവരിങ്ങോട്ട് വേണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളെ ലൈറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു, ബിൽഡിങ്സിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് എന്നെപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു തോന്നൽ തോന്നി നമുക്ക് തിരിച്ച് അവിടെ പോയിട്ട് ആ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ. പോന വഴിക്ക് ഒരു കടയുണ്ടായിരുന്നു, അപ്പം അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പം ഇനി ഞങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സമയം തീരെ പോവും, വീട്ടിലെത്താൻ ലേറ്റാവും. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പോയില്ല. പുള്ളിക്കാരത്തേക്കാണെങ്കിൽ തിരിച്ചു പോകാൻ യാതൊരു ആഗ്രഹവുമില്ല. ഞങ്ങളാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന ഫാമിലിയിലെ പിള്ളേര് ക്യാമറയും സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ഇപ്പം അവർ വ്ളോഗിങ് ആണോ എന്നൊക്കെ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു. ഒരു ഹായ് ഒക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. അവക്കാണെങ്കിൽ ഇത്രയും ലൈറ്റും പിള്ളേരെയും പിന്നെ കുറെ അപ്പൂപ്പനെയും കുറെ മത്തങ്ങയും കുറെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോവാനായിട്ട് തീരെ താല്പര്യമില്ല. അവിടെ കിടന്ന് കരച്ചിലായി, ബഹളമായി, പ്രശ്നമായി. ഞങ്ങളാണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്നുള്ള രീതിയിലായി. പക്ഷെ പുള്ളിക്കാർക്ക് എന്ത് ചെയ്താൽ കാറിൽ കയറൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാശിയും കാര്യങ്ങളുമായിട്ട് അവിടെ നിൽക്കുക. കിടന്ന് ബീജിക്കുവാണ് അവള് കിടന്ന് ചെമ്മീൻ പടക്കണ പോലെ കിടന്ന് പിടച്ചുകൊണ്ടേയിരിക്കുക. അവസാനം പിന്നെ എന്നാ ചെയ്യാനാ, പുള്ളിക്കാരൻ ആ പൂച്ചക്കുഞ്ഞിനെടുത്ത് പൊക്കുന്ന പോലെ അങ്ങ് പൊക്കി കാറിൽ അങ്ങ് കയറ്റിയിരുത്തി. അല്ലാതെ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലോ. അങ്ങനെ ഞങ്ങള് ലോറയോട് വിട പറഞ്ഞ് തിരിച്ച് കാറിൽ കയറി. ഒരു കണക്കിന് അവളെ കാറിൽ കയറ്റി പിടിച്ചിരുത്തി. പുള്ളിക്കാരിയാണെങ്കിൽ കരച്ചില് ബഹളം ചവിട്ടല് എല്ലാമായി. അങ്ങനെ തിരിച്ച് വണ്ടി കയറിയപ്പോഴാണ് ഗൈസ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോണിലും ചാർജില്ല, രണ്ടുപേരുടെ ഫോണും ഓഫായിപ്പോയി. വീഡിയോയും സംഭവങ്ങളും കാഴ്ചകളെല്ലാം എടുത്തിട്ട് ലാസ്റ്റ് തിരിച്ചു പോകേണ്ട വഴി ഏതാന്ന് യാതൊരു ഐഡിയ ഇല്ല. ഫുട്പാപ്പിടാനും നിവൃത്തിയില്ല. പിന്നെ വന്ന വഴി ഏകദേശം കുറച്ചൊരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. എല്ലാവർക്കും ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് അടിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മളെ മുത്തല്ലേ നിങ്ങളെല്ലാം. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ടേക്ക് കെയർ, ബൈ ബൈ. വീണ്ടും കാണാം. ശുഭദിനം. ബൈ ബൈ.